നമ്മുടെ കൊച്ചു കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹത് വ്യക്തി. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തോടുകൂടി സമൂഹത്തിലെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്ത പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കരെ നിറഞ്ഞ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായി ഒഴുകിയിടണം. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്, പ്രാചീന കവിത്രയത്തിൽ ഒരാൾ. മലയാളത്തിലെ ആദിമ കവി എന്ന പേരിലും ഇദ്ദേഹം പ്രസിദ്ധമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഭക്തകവി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നിറഞ്ഞ ആദരവോടുകൂടി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല. മാതൃത്വത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കവയത്രിയാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ. സ്നേഹം, വാത്സല്യം, ആർദ്രത ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കവിതകളാണ് ബാലാമണിയമ്മയുടേത്. നിറഞ്ഞ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ബാലാമണിയമ്മയെ. സ്വാഗതം. വീട്ടിൽ പിന്നിലെ തോപ്പിലേക്കോടിയ മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവി, ആധുനിക കവിത്രയത്തിൽ ഒരാൾ, ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നീ വിശേഷണങ്ങളുടെ ഉടമ. കാലം വൈകിപ്പോയി, നൂലുകളെല്ലാം പഴകിപ്പോയി, മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ എന്ന് ഉദ്ഘോഷിച്ച കവി ശ്രീ കുമാരനാശാൻ ഇതാ നിങ്ങൾക്കു മുന്നിൽ. പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം, മേൽക്കുമേലിങ്ങിവ പൊങ്ങി മലയാളത്തിലെ പ്രശസ്ത കവയത്രി, കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ശ്രദ്ധാലുവായ സാമൂഹിക പരിസ്ഥിതി പ്രവർത്തക, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ എന്നീ നിലകളിൽ പ്രഗത്ഭയായ വനിതാ രത്നം സുഗത കുമാരിയെ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് വരവേൽക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക്. വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതെ, നമ്മുടെ സ്വന്തം അതിയാരത്ത് കുഞ്ഞുണ്ണി നായർ എന്ന കുഞ്ഞുണ്ണി മാഷ്. ഭാഷയുടെ മർമ്മമറിഞ്ഞ് കുഞ്ഞു വരികൾ കൊണ്ട് വലിയ ആശയങ്ങൾ കവിതച്ചെപ്പിൽ ഒരുക്കുന്ന കവി. സ്വാഗതം ചെയ്യാം കുട്ടികളെ സ്വന്തം കുഞ്ഞുണ്ണി മാഷ്. കക്കക്ക എന്നൊരു രാജ്യത്തുള്ളൊരു തഥഥ എന്നൊരു രാജാവിന് നിളയെ പ്രണയിച്ച മലയാള സാഹിത്യത്തിലെ അതുല്യ കഥാകൃത്ത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT. മലയാള സിനിമാ ലോകത്തും സാഹിത്യ ലോകത്തും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ സ്വന്തം MTയെ നിറഞ്ഞ കയ്യടികളോടുകൂടി സ്വാഗതം ചെയ്യാം. നീ പുകയാക്കിയ മോദിയ ചിന്തകൾ, നീ തന്നെ തൂലികാ മന്ത്രങ്ങളാക്കിയിട്ടു നിർമാല്യമേകി നീ പെരുന്തച്ഛനായി. വിശ്വസാഹിത്യം എന്നത് ഒരു പേരിലേക്ക് ചുരുക്കാൻ പറഞ്ഞാൽ അത് വില്യം ഷേക്സ്പിയർ ആകുന്നു. ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാനായ എഴുത്തുകാരനും നാടകകൃത്തുമായി കണക്കാക്കപ്പെടുന്ന ഷേക്സ്പിയറിൻ്റെ മികച്ച രചനകളിൽ ഏതാനും ചിലതാണ് മാക്ബത്ത്, ഹാംലെറ്റ്, റോമിയോ ആൻഡ് ജൂലിയറ്റ്. യെസ്, വില്യം ഷേക്സ്പിയർ ഓൺ ദ സ്റ്റേജ്. There is nothing either good or bad, but thinking makes it so. We know what we are. അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കഥാകൃത്തും നോവലിസ്റ്റുമായ പ്രിയപ്പെട്ട കഥാകാരി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരവനിത ലളിതാംബിക അന്തർജനം.
നിറഞ്ഞ ബഹുമാനത്തോടും ആദരവോടും കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട കഥാകാരിയെ. സ്വാഗതം. ജ്വാലാമുഖമായി പടർന്നുയർന്ന കൊടുങ്കാറ്റാണീ സ്ത്രീഭാവം. യാഗാശ്വങ്ങൾ കുതറിയുണർന്ന കുളം. കേരള വാൽമീകി, മഹാകവി, വിവർത്തകൻ, കേരള കലാമണ്ഡല സ്ഥാപകൻ, കേരളത്തിൻ്റെ തനതുകലയായ കഥകളിയെ പരിപോഷിപ്പിച്ച കലാകാരൻ, ആധുനിക കവിത്രയത്തിൽ ഒരാൾ. സ്വാഗതം ചെയ്യുന്നു മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽകളും പുഴു. ഹിന്ദി സാഹിത്യത്തിലെ അന്ധനായ ഭക്തകവി സൂർദാസ്. കൃഷ്ണനോടുള്ള ഭക്തി അദ്ദേഹത്തിന്റെ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രിയപ്പെട്ട സൂർദാസ്, അങ്ങയെ ഈ വേദിയിലേക്ക് ആദരപൂർവം ക്ഷണിക്കുന്നു. जैसे उड़ी जहाज को पंछी फिर जहाज पर आवे. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാള സാഹിത്യകാരി. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലും രചനകൾ നടത്തിയിരുന്നു. നീർമാതളപ്പൂക്കളെ പ്രണയിച്ച മാധവിക്കുട്ടി എന്ന കമല സുരിയ ഇതാ നമ്മുടെ മുന്നിൽ. സ്വാഗതം പ്രിയപ്പെട്ട മാധവിക്കുട്ടിക്ക്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കാൽപ്പനിക യുഗത്തിന് തുടക്കം കുറിച്ച മഹാനായ കവി വില്യം വേർഡ്സ്വർത്ത്. പ്രകൃതിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള സ്നേഹം കവിതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ലെറ്റ്സ് വെൽക്കം വില്യം വേർഡ്സ്വർത്ത് ടു ദ ഡൈസ്. Lonely as a cloud that floats. മലയാള സാഹിത്യത്തിലെ പ്രമുഖ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, അറിയപ്പെടുന്ന എഴുത്തുകാരി. രചനകളിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും ആഗ്രഹിക്കുന്ന വനിത. കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമായ സാറ ജോസഫിനെ നിറഞ്ഞ കയ്യടികളോടെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒന്നും ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് എന്നിങ്ങനെയുള്ള നിരവധി ഭാഷാപ്രയോഗങ്ങളും ഒട്ടേറെ രസകരമായ കഥാപാത്രങ്ങളും മലയാള മനസ്സിലേക്ക് ആഴത്തിൽ പതിപ്പിച്ച നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയും ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. സ്വാഗതം, സുസ്വാഗതം. സുൽത്താൻ കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, പത്രപ്രവർത്തക എന്നീ നിലയിൽ പ്രശസ്ത. ഗബർ, മീര സാധു എന്നീ പ്രിയപ്പെട്ട കൃതികൾ. അതിലുപരിയായി ആരാച്ചാർ എന്ന നോവലിലൂടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ KR ബീരയെ നമുക്ക് ഹർഷാരവത്തോടുകൂടി സ്വാഗതം ചെയ്യാം. മുന്നേറ്റത്തിൻ പുതിയ മുഖമിതാ, അഭിമാനത്തിൻ പുതിയ മുഖമിതാ, മലയാളത്തിൻ പുതുമയിതാ, പുത്തൻ ഗീതമിതാ. കുട്ടനാടിൻ്റെ ഇതിഹാസക്കാരൻ എന്ന വിശേഷണം ഉള്ള കഥാകാരൻ. മണ്ണിൻ്റെ മണമുള്ള കഥകളിലൂടെ മലയാളത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ തകഴി ശിവശങ്കരപ്പിള്ള. ചെമ്മീൻ എന്ന നോവലിലൂടെ ആഗോള പ്രശസ്തനായ തകഴിയെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹിന്ദി സാഹിത്യത്തിലെ നാടകക്കാരൻ, കവി, അതിലുപരി ഉപന്യാസ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന പ്രേംചന്ദ്. സുസ്വാഗതം ചെയ്യാം നമുക്ക് വേദിയിലേക്ക്. छोटे बड़े बच्चे बूढ़े माता पिता दादा दादी पढ़ते नाना नानी. मुंशी प्रेमचंद की कहानी, मुंशी प्रेमचंद की कहानी. ബ്രിട്ടീഷ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ അഗത ക്രിസ്റ്റി 1921 ആദ്യ നോവൽ പുറത്തിറങ്ങി. കുറ്റാന്വേഷണ കഥകളിലൂടെ സാഹിത്യലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ അഗത ക്രിസ്റ്റി 78 നോവലുകൾ രചിച്ചിട്ടുണ്ട്. Put your hands together to welcome Agatha Christie on the stage. Never thinking you would be my number one.
ഖസാക്കിന്റെ ഇതിഹാസം എന്ന തൻ്റെ ആദ്യ മാസ്റ്റർപീസ് നോവലിലൂടെ മലയാള സാഹിത്യ ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരൻ, കാർട്ടൂണിസ്റ്റ്, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ OV വിജയൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ. ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരൻ, കവി, തത്വചിന്തകൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, ഗാനരചയിതാവ് തുടങ്ങിയ നിലകളിൽ തൻ്റെതായ പ്രതിഭ തെളിയിച്ച മഹത് വ്യക്തി. ബംഗാളി സാഹിത്യത്തിനും സംഗീതത്തിനും പുതുരൂപം നൽകിയ അതുല്യ പ്രതിഭ. ഗീതാഞ്ജലി എന്ന കാവ്യസമാഹാരത്തിലൂടെ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ വ്യക്തി. ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രവീന്ദ്രനാഥ ടാഗോർ. സ്വാഗതം, സുസ്വാഗതം. എഴുത്തുകാരി, അഭിനേത്രി, സാമൂഹിക പ്രവർത്തക എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രശസ്തയായ വ്യക്തി. ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന നോവലിലൂടെ ബുക്കർ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റായ്. നമുക്ക് വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. രമണനടക്കം നിരവധി പ്രശസ്ത കാവ്യകൃതികളുടെ രചയിതാവും ഗദ്യകാരനുമായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ സ്വാഗതം ചെയ്യാം നിറഞ്ഞ കയ്യടികളോടെ. കനകച്ചീലങ്ക കിലുങ്ങി കിലുങ്ങി മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് ഭാവുകത്വപരമായ പൂർണ്ണത നൽകുന്നതിനും കവിതയെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിനും മുന്നിൽ നിന്നവരിൽ പ്രമുഖനായിരുന്ന കവിയാണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്ന ONV. ജ്ഞാനപീഠ പുരസ്കാരം, പത്മശ്രീ, പത്മവിഭൂഷൺ തുടങ്ങിയ അനവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ പ്രശസ്ത കവി ONV കുറുപ്പിനെ ഹർഷാരവത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമു. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. അക്ഷരത്തേൻകണം അറിവിൻ്റെ തേൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം. അക്ഷരത്തേൻകണം അറിവിൻ്റെ തേൻകണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. പുസ്തകച്ചങ്ങാതി കൂടെയുണ്ടാവണം പുലരും മുതൽ നിദ്ര തഴുകും വരെ. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായി ഒഴുകിയിടണം. അവയിൽ നിറഞ്ഞു തുളുമ്പുന്ന നീരുള്ളിൽ ഒരു കുളിർച്ചോലയായി ഒഴുകിയിടണം. വായിക്കണം നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടേണം.